മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 25-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ത്യക്ത്വാതം ഹതമാശു രക്തലഹരീസിക്തോന്നമത്വർഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത്ഖചരം ചരാചരം അഹോ ദുസ്ഥാമവസ്ഥം ദധൗ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഹിരണ്യകശിപുവിനെ വധിച്ച് തൻ്റെ മടിയിൽ കിടത്തി രക്തം കീറി മുറിച്ച ആ രക്തം വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ട് ഘോരമായ അട്ടഹാസത്തെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞ ശ്ലോകം. ഇനി അതിന് ശേഷം സംഭവിച്ചത് എന്താണ് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ത്യക്ത്വാ തം ഹതം ത്യക്ത്വാ. ഇത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഹിരണ്യകശിപുവിനെ ഇട്ടുവിടെ ഉപേക്ഷിച്ചു. എന്നുവെച്ചാൽ കാര്യം കഴിഞ്ഞുല്ലോ. അപ്പോൾ ഒടുക്കം ഹതനായ കൊല്ലപ്പെട്ടതായ വധിച്ചതായ ആ ഹിരണ്യകശിപുവിനെ ത്യക്ത്വാ, അവനെ ഉപേക്ഷിച്ചിട്ട് അവനെ വിട്ടിട്ട് ആശു വളരെ വേഗത്തിൽ അവിടുന്ന് അങ്ങോട്ട് ഉൽപ്ലുത്യ ചാടി എണീട്ടു എന്നാണ്. ഹതമാശു രക്തലഹരീസിക്തോന്നമത്വർഷ്മണി പ്രത്യുൽപത്യ. ഇനി പിന്നെ എന്ത് ചെയ്തു? അവിടുന്ന് ഉൽപ്പത്യ നേരിട്ടങ്ങോട്ട് ചാടി എണീറ്റിട്ട് ഈ അവിടെയുള്ളതായിട്ടുള്ള അസുരന്മാരെയൊക്കെ വധിക്കാൻ തുടങ്ങി. വധിക്കുകയല്ല, അവരെ അങ്ങോട്ട് വിടുക എന്നുള്ളതാണ്. അവരെയൊക്കെ തിന്നാൻ തുടങ്ങി എന്നാണ് പറയണത്. സിക്തോ എങ്ങനെയാണ് എണീറ്റത് എന്ന് പറയാണ്. ത്യക്ത്വാ തം ഹതമായിട്ടുള്ള അവനെ ഉപേക്ഷിച്ചിട്ട് വിട്ടിട്ട് ആശു വളരെ വേഗത്തിൽ രക്തലഹരീസിക്തോന്നമത്വർഷ്മണി ത്വയി എന്നുള്ളതിൻ്റെ വിശേഷണമാണ് അവിടെ. ത്വയി അങ്ങ്, അവിടെ സതിസപ്തമിയായിട്ടാണ് പ്രയോഗം. അങ്ങ് എങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ വിശേഷണമാണ്. പിന്നെ രക്തലഹരീസിക്തോന്നമത്വർഷ്മണി, രക്തം ചോര, ആ ചോരയുടെ ഒഴുക്ക പ്രവാഹം. ലഹരി എന്ന് വെച്ചാൽ പ്രവാഹം, ധാരാളമായിട്ട് ഒഴുകി വരുന്നതായിട്ടുള്ള ആ ചോര ശരീരത്തിൽ നിന്ന് ധാരാളം, ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തിൽ നിന്ന് ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കുടിക്കുകയാണല്ലോ ഉണ്ടായത്. പിന്നെയും പിന്നെയും ഒഴുകി വരുന്നതായിട്ടുള്ള ആ ചോര, രക്തലഹരി, ആ ചോരപ്രവാഹത്തിൽ, രക്തപ്രവാഹത്തിൽ സിക്തമായിട്ടുള്ള ശരീരം, സിക്തം വെച്ചാൽ നനഞ്ഞ ആ ശരീരത്തിൽ മുഴുവൻ, ഭഗവാന്റെ ശരീരം മുഴുവൻ ഈ രക്തം കൊണ്ട് നനഞ്ഞിട്ടുണ്ട്. രക്തം പടർന്ന് പിടിച്ചിട്ട് ശരീരത്തിൽ മുഴുവൻ രക്തം വീണിട്ടുണ്ട്. അപ്പം അങ്ങനെ രക്തലഹരി, രക്തപ്രവാഹത്തിൽ സിക്തമായ നനഞ്ഞതായ രക്തലഹരി സിക്തോന്നമത്വർഷ്മണി, അങ്ങനെയുള്ളതായിട്ടുള്ള ആ സിക്തമായിട്ട് അവിടുന്ന് എണീട്ടു. ആ ഉന്നമിക്കുന്നതായിട്ടുള്ള പൊങ്ങുന്നതായിട്ടുള്ള ശരീരത്തോടു കൂടി, വർഷ്മ ശരീരം നേരത്തെ പറഞ്ഞതാണ്. ഉന്നമത്വർഷ്മണി, പൊങ്ങുന്നതായ ശരീരത്തോടു കൂടി, അതായത് അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു എന്നാണ്. നരസിംഹമൂർത്തി ആ ഹിരണ്യകശിപുവിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് രക്തം വാർന്നൊഴുകുന്ന, അങ്ങനെ ആ വാർന്നൊഴുകുന്ന രക്തം കൊണ്ട് നനഞ്ഞ ശരീരം അതങ്ങോട്ട് ഉയർത്തിയിട്ട്, അതായത് തന്നെത്താൻ അവിടെ നിന്ന് ഇരിക്കുകയായിരുന്നല്ലോ, ഉമ്മറപ്പടിയുമ്പിൽ ഇരിക്കുകയല്ലേ, അവിടുന്ന് അങ്ങോട്ട് എണീട്ടു. ഈ ഹിരണ്യകശിപുവിൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് സ്വയം അവിടെ നിന്ന് രക്തത്തിൽ കുളിച്ചുകൊണ്ട് അവിടുന്ന് എണീട്ടു. രക്തലഹരി, രക്തപ്രവാഹത്തിൽ സിക്തമായ നനഞ്ഞ് ഉന്നമത്തായിട്ടുള്ള ഉയരുന്നതായിട്ടുള്ള എഴുന്നേൽക്കുന്നതായിട്ടുള്ള വർഷ്മത്തോടു കൂടി ശരീരത്തോടു കൂടിയവനായിട്ടുള്ള അങ്ങ് രക്തലഹരി സിക്തോന്നമത്വർഷ്മണി ത്വയി, അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങ് പ്രത്യുൽപത്യ, ഈ അസുരന്മാരുടെ നേരെ ഉത്പതിച്ചു, ചാടി വീണു എന്നാണ്. ബാക്കി അനുചരന്മാര്, ഹിരണ്യകശിപുവിൻ്റെ അനുചരന്മാരായിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ അവിടെ, കണ്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരുടെ നേരേക്ക് അങ്ങോട്ട് ചാടി വീണു. ഉത്പത്യ ചാടിയിട്ട്
പ്രതി ഉൽപ്പത്തി, അതായത് അവരുടെ നേർക്ക് ചാടിയിട്ട്, ആ അസുരന്മാരുടെ നേർക്ക് ചാടിയിട്ട് പ്രത്യുൽപ്പത്യ സമസ്ത ദൈത്യപടലി, സമസ്തമായിട്ടുള്ള ആ ദൈത്യപടലി ദൈത്യ സമൂഹം, അസുര സമൂഹത്തെ മുഴുവൻ അവിടെ നിന്നിരുന്നതായ ആ സമസ്തമായ ദൈത്യപടലിയെയും ദൈത്യ സമൂഹത്തെയും ആഘാദ്യമാനേ അങ്ങോട്ട് ഭക്ഷിക്കാൻ തുടങ്ങി എന്നാണ്. ആ ദൈത്യ സമൂഹത്തെ മുഴുവൻ അവിടെ നിന്നിരുന്നതായ ആ അസുര സമൂഹത്തെ മുഴുവൻ ഹിരണ്യകശിപുവിൻ്റെ അനുചരന്മാരായ ദൈത്യന്മാരുടെ സമൂഹത്തെ മുഴുവൻ ഭക്ഷിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, ആഘാദ്യമാനേ അങ്ങനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങിയപ്പോൾ, ആഘാദ്യമാനേ ത്വയി. അപ്പം ഇത് കണ്ട് കണ്ടിട്ട് എല്ലാവരും ഭയന്ന് വിറച്ചു എന്നാണ് പറയണത്. അതായത് ഹിരണ്യകശിപുവിനെ കൊല്ലാനാണ് വന്നത്, ആ ഹിരണ്യകശിപുവിനെ വധിച്ചു. അത് കഴിഞ്ഞ് മുമ്പിലുള്ളതായ അസുരന്മാരെയൊക്കെ അങ്ങോട്ട് ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പം ഇത് കണ്ടപ്പോൾ ആകപ്പാടെ കൂടി ആ ക്രുദ്ധഭാവം, ഭഗവാന്റെ ആ ക്രുദ്ധഭാവം, അതായത് ആകാശം മുട്ടെ വളർന്നിട്ടുള്ളതായിട്ടുള്ള ശരീരമാണെന്നൊക്കെ പറഞ്ഞുല്ലോ. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ചോരയിൽ മുങ്ങിയിട്ടുള്ളതായ ആ ശരീരം കണ്ടപ്പോൾ എല്ലാവരും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. കാര്യങ്ങൾ കഴിഞ്ഞിട്ടും, ഹിരണ്യകശിപുവിനെ കൊന്നു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കോപം ശമിച്ചിട്ടില്ല. ഈ ദൈത്യന്മാരെ മുഴുവൻ അങ്ങോട്ട് വധിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ളത് കണ്ടിട്ട് എന്തുണ്ടായി? ഭ്രാമ്യത് ഭൂമി ഒക്കെ വിറച്ചു തുടങ്ങി. ഭൂമി മുഴുവനും ആ ഭ്രാമ്യത്, അത് ചുറ്റിക്കറങ്ങാൻ തുടങ്ങി എന്നാണ്. അതായത് ആകപ്പാടെ കൂടി ഭൂമിയൊക്കെ വിറച്ചു തുടങ്ങി. ഭ്രാമ്യത് ഭൂമി വികമ്പിത അമ്പുധികുലം, വികമ്പിതമായ അമ്പുധികുലം, അമ്പുധി സമുദ്രം, അമ്പുധികുലം സമുദ്രങ്ങളുടെ സമൂഹങ്ങൾ, അതായത് എല്ലാ സമുദ്രങ്ങളും, ഭൂമി തന്നെ ഇളകി മറിയുമ്പോൾ ആ ഭൂമിയിലുള്ളതായിട്ടുള്ള സമുദ്രങ്ങളൊക്കെ അതൊക്കെ വികമ്പിതമായി വിറച്ചു തുടങ്ങി. അതായത് കമ്പനം, അതൊക്കെ ഇളകി മറിഞ്ഞതായിട്ടുള്ള സമുദ്രങ്ങളോട് കൂടിയതും, ഭ്രാമ്യത് ഭൂമി ചുറ്റിക്കറങ്ങുന്നതായിട്ടുള്ള ഭൂമിയോടുകൂടിയും, വികമ്പിതമായ അമ്പുധികുലത്തോടു കൂടിയതും, വികമ്പിതമായ ഇളകുന്നതായിട്ടുള്ള കമ്പനം ചെയ്യുന്നതായിട്ടുള്ള ഇളകി മറിയുന്ന സമുദ്രങ്ങളോടുകൂടിയതും, അമ്പുധികുലം സമുദ്രങ്ങളുടെ സമൂഹം, എല്ലാ സമുദ്രങ്ങളും അങ്ങോട്ട് ഇളകി മറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഇളകി മറിയുന്നതായ സമുദ്രങ്ങളുടെ സമൂഹങ്ങളോടുകൂടിയതും, ഇനി വികമ്പിത അമ്പുധികുലം വ്യാലോല ശൈലോത്കരം, വ്യാലോലമായിരിക്കുന്ന വ്യാലോലമായിരിക്കുന്ന ശൈലങ്ങളോടുകൂടിയതും, ശൈലോത്കരം പർവ്വത സമൂഹങ്ങൾ അതൊക്കെ ആടിത്തുടങ്ങി എന്നാണ്. ശൈലങ്ങളുടെ ഉത്കരം സമൂഹം തന്നെ. വ്യാലോല ശൈലോത്കരം ഇളകുന്നതായ ആടിക്കൊണ്ടിരിക്കുന്നതായ ശൈലങ്ങളോടുകൂടിയും പർവ്വതങ്ങളൊക്കെ കടന്നാടാൻ തുടങ്ങി എന്നാണ്. ഈ കോപം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കോപം കൊണ്ട് ഭൂമിയൊക്കെ കുലുങ്ങി, സമുദ്രങ്ങളൊക്കെ കലങ്ങി മറിഞ്ഞു, ഇളകി മറിഞ്ഞു, സമുദ്രങ്ങളൊക്കെ പർവ്വതങ്ങളൊക്കെ ആടാൻ തുടങ്ങി എന്നാണ്. വ്യാലോല ശൈലോത്കരം, ആടി ഉലയുന്ന ശൈലോത്കരങ്ങളോട് കൂടിയതും ശൈലസമൂഹങ്ങളോടും കൂടി ആയിട്ട് പോരാ. പിന്നെ എന്തൊക്കെയാണ്? പ്രോത്സർപ്പത് ഖചരം, ആകാശത്തിലുള്ളതായ ജ്യോതിർഗോളങ്ങൾ, ഖചരങ്ങൾ, ഖം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിൽ ചരിക്കുന്നവ നക്ഷത്ര സമൂഹങ്ങൾ, ഖചരം പ്രോത്സർപ്പത് ഖചരം, അതൊക്കെ അതാതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് തെന്നി മാറാൻ തുടങ്ങി. പ്രോത്സർപ്പത്തായിരിക്കുന്ന തെന്നി മാറുന്നതായിട്ടുള്ള ഖചരങ്ങളോട് കൂടിയത്, ഖചരങ്ങൾ നക്ഷത്ര സമൂഹങ്ങൾ, ജ്യോതിർഗോളങ്ങൾ, അങ്ങനെ ആ ആകാശത്തിലുള്ളതായിട്ടുള്ള ജ്യോതിർഗോളങ്ങളും അതാതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റം തുടങ്ങി എന്നാണ് പറയണത്. അത്രയ്ക്ക് ഭീകരമായിരുന്നു ഈ ഹിരണ്യകശിപുവിൻ്റെ ഹിരണ്യകശിപുവിനെ വധിച്ച സമയത്തുണ്ടായിരുന്നതായ ആ ഭഗവാന്റെ ക്രോധഭാവം. ആ ക്രോധം കൊണ്ട് ഭൂമി കലങ്ങി മറിഞ്ഞു, ഇളകി മറിഞ്ഞു, സമുദ്രങ്ങളൊക്കെ സമുദ്രങ്ങളൊക്കെ ഇളകി മറിഞ്ഞ് ഇതൊക്കെ കൂടിയിട്ട് വേലകളെയൊക്കെ തീരത്തേക്ക് അതിക്രമിച്ചുകൊണ്ട് അങ്ങനെയുള്ളതായിട്ട് സമുദ്രങ്ങളായി തീർന്നു. പർവ്വതങ്ങളൊക്കെ ആടി ഉലഞ്ഞു, ഖചരങ്ങളും കൂടി, ജ്യോതിർഗോളങ്ങളും കൂടി, ജ്യോതിസുകളും കൂടി, നക്ഷത്രഗ്രഹങ്ങളൊക്കെ ആകാശത്തിലുള്ളതായ നക്ഷത്രഗ്രഹങ്ങളും കൂടി അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് തെന്നി മറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പ്രോത്സർപ്പൽ ഖചരം ചരാചരം മുഴുവൻ, അത് ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള എല്ലാം തന്നെ, അതായത് ഈ പ്രപഞ്ചത്തിലുള്ള ചരങ്ങളും അചരങ്ങളുമായ സർവവും തന്നെ ചരാചരം,
അഹോ ദുസ്ഥാമവസ്ഥാം ദധൗ. അഹോ, അത് കഷ്ടം തന്നെ. അത് ദുസ്ഥമായ, അതായത് നിൽക്കാൻ വയ്യാത്തതായ, ഒരു സ്ഥിതി ഇല്ലാത്തതായ, ദുഃഖേന തിഷ്ഠതീതി എന്നാണ് ദുസ്ഥം എന്നുള്ളതിന്. അതായത് ദുഃഖം കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റണില്ല, അത് സ്വതന്ത്രമായിട്ട് നിൽക്കാനുള്ള ശക്തി ഒന്നും ഇല്ലാതെ ഉണ്ടായി. അതിനെ വളരെ പ്രയാസകരമായിട്ടുള്ള ദുസ്ഥാം അവസ്ഥാം, ഒരു അവസ്ഥയെ ദധൗ ധരിച്ചു, പ്രാപിച്ചു. ഈ ചരാചരം മുഴുവനും, സർവചരാചരങ്ങളും, പ്രപഞ്ചത്തിലുള്ളതായ സർവചരാചരങ്ങളും അത്യധികം വിഷമമായ ഒരു അവസ്ഥയെ പ്രാപിച്ചു. അതായത് ഈ ഭഗവാൻ ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് ചാടി എണീറ്റ് ഈ അസുരന്മാരെയൊക്കെ വധിക്കാനായിട്ട് ഭക്ഷിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നിശ്ചയില്ല. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ക്രോധാവസ്ഥയിൽ ഭൂമി ഇളകി തുടങ്ങി, ഇളകി മറിഞ്ഞു. സമുദ്രങ്ങൾ അതൊക്കെ ഇളകി വശായി. പർവ്വതങ്ങളൊക്കെ അതൊക്കെ ആടി ഉലഞ്ഞു തുടങ്ങി. ഖചരങ്ങളും അവരുടെ സ്ഥാനത്ത് നിന്ന് മാറിത്തുടങ്ങി. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ദുസ്ഥമായ അവസ്ഥയെ, അതായത് വളരെ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയെ പ്രാപിച്ചു. ഇത് പ്രപഞ്ചം, സർവചരാചരങ്ങളും, പ്രപഞ്ചത്തിലുള്ളതായ സർവചരാചരങ്ങളും ഇങ്ങനെ ഒരു അത്യധികം വിഷമമായിട്ടുള്ള ഒരു അവസ്ഥയെ പ്രാപിച്ചു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് അതിന് ശേഷം ഉള്ളതായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ അതിദീനമായിട്ടുള്ളൊരു അവസ്ഥയെ ആണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഒന്നും കൂടി ചെല്ലാം. ത്യക്വാതം ഹതമാശു രക്തലഹരീസിക്തോന്നമദ്വർഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത്ഖചരം ചരാചരം അഹോ ദുസ്ഥാമവസ്ഥം ദധൗ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ആകെ രക്തമതിൽ കുളിച്ചു വലുതാം ദേഹത്തോടെ അങ്ങഹോ ചാടി ദൈത്യജടം കളഞ്ഞസുരരെ കൊന്നു കടിച്ചിട്ടുടൻ ചുറ്റിട്ടേറെയുലഞ്ഞിതാശുധരയും ക്ഷോഭിച്ചു വൻസാഗരം എങ്ങും കഷ്ടമതായി താടി മലകൾ താരങ്ങളും വീണുപോയി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.